മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രോഗപ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് വ്യാപകമായ ക്ലോറിനേഷനും നടത്തി. ഒപ്പം രോഗനിരീക്ഷണവും ആരോഗ്യബോധവൽക്കരണവും ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മുല്ലശ്ശേരി ഹെൽത്ത് സൂപ്രണ്ടിന്റെ ചേംബറിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗവും നടത്തി. യോഗത്തിൽ ഓരോ പഞ്ചായത്തിലെയും പകർച്ചവ്യാധികളുടെ നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തി. കൂടാതെ രോഗപ്രതിരോധ പ്രവർത്തനവും ആരോഗ്യബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കാൻ തീരുമാനിച്ചു. ഷിഗല്ല നമ്മുടെ മുല്ലശ്ശേരി ബ്ലോക്കിന്റെ ഏരിയയിൽ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു രോഗമാണ്. പ്രത്യേകിച്ച് ജലത്തിൽ കൂടെയാണ്, അത് ഭക്ഷണത്തിൽ കൂടെയാണ് പകരുന്നത്. അപ്പോൾ ശുദ്ധമായ ജലം ഉപയോഗിക്കാൻ, കുടിക്കാനൊക്കെ ആയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക, പച്ചവെള്ളം കുടിക്കാതിരിക്കുക. പ്രത്യേക കുട്ടികളോട് കാര്യത്തിൽ ശ്രദ്ധ പുലർത്താനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണ സാധനങ്ങൾ മൂടി വെച്ച് ഉപയോഗിക്കുക. ഈച്ച മുതലായ കാര്യങ്ങൾ വന്നിരുന്നിട്ട് അത് മലിനമായാലും അങ്ങനെയും നമുക്ക് ഈ രോഗം വരാം. അപ്പം അതുകൊണ്ട് എല്ലാ പൊതുജനങ്ങളും ജാഗ്രതയോടെ ഈ മഴക്കാല രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാനായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിലും മെച്ചമാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മഴക്കാലത്തെ നമുക്ക് വളരെ ശക്തിയോടെ പ്രതിരോധിച്ച് രോഗങ്ങളില്ലാതെ കാത്തു സൂക്ഷിക്കാം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK അനിൽകുമാർ, ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജിയോ ഫോക്സ്, ഹെൽത്ത് സൂപ്രണ്ട് ഡോക്ടർ ലുസീന ജോസഫ്, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് P മഹേഷ്, PRO ലിയോ, എപ്പിഡമോളജിസ്റ്റ് നിമ്മി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കൊതുകുകൾ വളരുവാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒഴിവാക്കുക, രോഗപ്രതിരോധം ശക്തമാക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക, മഴക്കാലമായതിനാൽ ജലസ്രോതസ് മലിനമാകാതെ സംരക്ഷിക്കുക, കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ നേടുക തുടങ്ങിയ മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പ് അധികൃതർ നൽകി. നമ്മൾ മഴക്കാല രോഗങ്ങൾക്കെതിരെ നമുക്ക് ജാഗ്രത പാലിക്കാം. വയറിളക്ക രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ തുടങ്ങി നിരവധി അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് സാധാരണ മഴക്കാലം. നമ്മുടെ പരിസര ശുചിത്വത്തിലൂടെയും വ്യക്തി ശുചിത്വത്തിലൂടെയും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിലും നമ്മുടെ ജലസ്രോതസ് സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിലും ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ മഴക്കാല രോഗങ്ങളെ തടയാൻ സാധിക്കും.